2017 ജൂലൈ 3 ഉണ്ടായ ഒരു വിധിയെ തുടർന്ന് മലങ്കര സഭയുടെ പൗരാണികമായ ദേവാലയങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു. ഏറെ വൈകാതെ സമാധാന അന്തരീക്ഷത്തെ ശിഥിലമാക്കിക്കൊണ്ട് നാടിന്റെ വെളിച്ചമായി പരിലസിച്ച പുണ്യപുരാതന ദേവാലയത്തെ അന്ധകാര ഭൂമിയാക്കി മാറ്റുവാൻ അനീതിയുടെ കോടതി വിധി 2018 ഓഗസ്റ്റ് 28 ചൊവ്വാഴ്ച പ്രഖ്യാപിക്കപ്പെട്ടു. 2018 സെപ്റ്റംബർ 14 വെള്ളിയാഴ്ച കട്ടച്ചിറ ദേശത്ത് 144 പ്രഖ്യാപിക്കപ്പെട്ടു. പിറ്റേ ദിവസം സെപ്റ്റംബർ 15 മെത്രാൻ കക്ഷികളുടെ ആക്രോശങ്ങൾക്ക് നടുവിൽ വിശുദ്ധ ബലിയർപ്പിച്ച് തിരികെ വരുമെന്ന വിശ്വാസത്തിൽ ഇടവക ജനങ്ങൾ തങ്ങളുടെ സത്യവിശ്വാസം നെഞ്ചോട് ചേർത്ത് ആ പടികൾ വിട്ടിറങ്ങി. പള്ളി പൂട്ടപ്പെട്ടു. നമുക്കൊരു 12 മണിയാകുമ്പോ കയറുക, പുറകെ കൂടെ വഴി കയറി ഒറ്റ റൗണ്ട് അടി കൊടുത്തോണ്ടല്ലോ മൊത്തം ആളും പുറത്തു പോയാൽ ഞങ്ങൾ അകത്തുപോയി. ഇവിടെ നിൽക്കത്തില്ല ഞങ്ങൾ. 2018 സെപ്റ്റംബർ 17 ആനി ഭവനിൽ സാറാമ കൊച്ചുകുട്ടി മരണപ്പെടുകയും ഇടവകയുടെ കൂട്ടായ്മ കൊണ്ടും കുടുംബാംഗങ്ങളുടെ നിശ്ചയദാർഢ്യം കൊണ്ടും പ്രശ്നങ്ങളെ അതിജീവിച്ച് പള്ളി സെമിത്തേരിയിൽ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെട്ടു. 2018 സെപ്റ്റംബർ 27 പടിയിട്ടക്കരയിൽ തങ്കമ്മ തോമസ് മരണപ്പെടുകയും കുടുംബാംഗങ്ങളുടെയും ഇടവക ജനങ്ങളുടെയും ശക്തമായ പിന്തുണ കൊണ്ട് പ്രതിസന്ധികളുടെ നടുവിൽ ശവസംസ്കാര കർമ്മം പള്ളി സെമിത്തേരിയിൽ നടത്തപ്പെട്ടു. 2018 നവംബർ 2 പള്ളിക്കിലേത്ത് വർഗീസ് മാത്യു മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ ബഹുമാനപ്പെട്ട ജോർജി ജോണച്ചൻ വൈദികനാകയാൽ ശവസംസ്കാരം വഴിയിൽ തടയുകയും മൃതശരീരം തിരികെ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് മൊബൈൽ മോർച്ചറിയിൽ സൂക്ഷിക്കുകയും ചെയ്തു. 2018 നവംബർ 13 11 ദിവസം ഭവനത്തിൽ സൂക്ഷിച്ച മൃതശരീരം നിരവധി നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ കൊച്ചുമകനും ഇടവകയുടെ പുത്രനുമായ ബഹുമാനപ്പെട്ട ജോർജി ജോണച്ചന്റെ നേതൃത്വത്തിൽ പള്ളി സെമിത്തേരിയിൽ മൃതശരീരം സംസ്കരിച്ചു. അനുദിനം 34 എന്ന പൈശാചിക ശക്തി കോടതി വിധിയുടെ മറവിൽ സുറിയാനി സഭയെ കാർന്നു തിന്നുവാൻ തുടങ്ങി. കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്ന നീതിപരമായ യാതൊന്നും പാലിക്കാതെ ചോര നീരാക്കി ദേവാലയം പണിതുയർത്തി കാത്തുപരിപാലിച്ച ഇടവക ജനങ്ങളെ 2019 മാർച്ച് മാസം 20 നിർദാക്ഷിണ്യം അടിച്ചു പുറത്താക്കി. എങ്ങു നിന്നോ വന്ന സ്വബോധം നഷ്ടപ്പെട്ട ഗുണ്ടകൾ ആർത്തലച്ച് മതോന്മത്തരായി കാണിച്ചുകൂട്ടിയ പേക്കൂത്തുകൾ ജനമനസ്സിന് നടുക്കുന്ന പൈശാചികത തന്നെയായിരുന്നു. നിങ്ങൾ ചവിട്ടിയത് ഞങ്ങളുടെ ദേവാലയ വാതിലുകളിലാണെങ്കിലും അത് പതിഞ്ഞത് ഞങ്ങളുടെ ഹൃദയങ്ങളിലാണ്. നിങ്ങൾ നശിപ്പിച്ചത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ചിത്രങ്ങൾ മാത്രമല്ല, ആ ദേവാലയത്തിൽ ഞങ്ങൾ അർപ്പിച്ച പ്രതീക്ഷകളും പ്രാർത്ഥനകളുമാണ്. നിങ്ങൾ അഗ്നിക്കിരയാക്കിയത് വെറും ഒരു പതാകയല്ല, വിശുദ്ധ സ്ലീബ ആലേഖനം ചെയ്ത ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ പകർന്നു തന്ന സത്യവിശ്വാസത്തിന്റെ ചൂണ്ടു പലകകളാണ്. നിങ്ങൾ അഗ്നിക്കിരയാക്കിയ ഞങ്ങളുടെ പ്രാർത്ഥനാ പുസ്തകങ്ങളോടൊപ്പം കത്തിജ്വലിച്ചത് ഞങ്ങളുടെ വിശ്വാസം കൂടിയാണ്. ഈ മുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അടങ്ങാത്ത തീജ്വാലയായി ഇന്നും ആളിക്കത്തുന്നു. ഈ കാടത്വങ്ങൾക്ക് നടുവിൽ വേദനയോടെ നെഞ്ചുരുകി അതിലുപരി പോരാട്ട വീര്യത്തോടുകൂടി ഇടവക ജനങ്ങൾ ഒന്നാകെ ഒറ്റക്കെട്ടായി തങ്ങൾ നെഞ്ചിലേറ്റിയ ഇടവകയ്ക്ക് വേണ്ടി സമര പോരാട്ടങ്ങൾക്കായി തുടക്കം കുറിച്ചു. പതിനാല് വർഷം ഈ ഇടവക വിശുദ്ധ ബലിയർപ്പിച്ച പടിയിട്ടക്കരയിൽ PG തോമസിന്റെ ഭവനാങ്കണത്തിൽ അനിശ്ചിതകാല പ്രാർത്ഥനായജ്ഞം ആരംഭിച്ചു. പള്ളി പൊളിക്കപ്പെട്ടതിനു ശേഷമുള്ള ആദ്യത്തെ മരണം 2019 മാർച്ച് 29 കൊച്ചുതറയിൽ തമ്പി വർഗീസ് മരണപ്പെടുകയും
ഇടവക അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഒത്തൊരുമിച്ചുള്ള പരിശ്രമത്താൽ പ്രതിസന്ധികളുടെ നടുവിൽ പള്ളി സെമിത്തേരിയിൽ ശവസംസ്കാരം 2019 ഏപ്രിൽ 2 നടത്തപ്പെടുകയും ചെയ്തു. മെത്രാൻ കക്ഷികളുടെ മൃഗീയ നടപടികൾക്കെതിരെ പള്ളി തകർത്ത ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ആയിരക്കണക്കിന് വിശ്വാസികളുടെ അകമ്പടിയോടുകൂടി സഭയിലെ മെത്രാപ്പോലീത്തന്മാരുടെയും വൈദികരുടെയും നേതൃത്വത്തിൽ 2019 ഏപ്രിൽ 8 കുറത്തികാട് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തപ്പെട്ടു. 2019 ജൂലൈ 29 സുറിയാനി സഭാമക്കൾ സഹനത്തിന്റെ മണ്ണായ കട്ടച്ചിറയിൽ പോരാട്ട വീര്യത്തോടെ ഒത്തുകൂടി. യാതൊരു പ്രകോപനവും കൂടാതെ തടിച്ചുകൂടിയ ജനസംഘത്തിന് നേരെ പോലീസ് ലാത്തിവീശി. പോലീസ് മർദ്ദനത്തിൽ അഭിമന്യ മെത്രാപ്പോലീത്തന്മാർക്കും വൈദികർക്കും നിരവധി കുട്ടികളും വൃദ്ധന്മാരും ഉൾപ്പെടുന്ന ജനസമൂഹത്തിന് പരിക്കേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഏറെ പോരാട്ടങ്ങൾക്കൊടുവിൽ ജില്ലാ കളക്ടറുമായി നടത്തിയ നീണ്ട ചർച്ചകൾക്കൊടുവിൽ വിശ്വാസികൾ രാത്രിയിൽ പള്ളിയിലും സെമിത്തേരിയിലും പ്രവേശിച്ച് പ്രാർത്ഥന നടത്തി. യഥാർത്ഥ അവകാശികളായ ഇടവകാംഗങ്ങളെ പുറത്താക്കി 144 പ്രഖ്യാപിച്ച സ്ഥലത്ത് പ്രവേശിക്കുവാൻ വന്ന മറുവിഭാഗം കാതോലിക്കായെ വിശ്വാസികൾ തടയുകയും അതിനെ തുടർന്ന് വിശ്വാസികൾ അറസ്റ്റ് വരിക്കുകയും ചെയ്തു. കൊള്ളമുതൽ അനുഭവിക്കാൻ പോകുമ്പോഴാ വേദനിക്കുന്നവരും നിഷേധിക്കും അല്ലെ? ആ ഒരു മര്യാദ കാണിക്കും. ഇതിനകത്ത് മാന്യമായ രീതിയിൽ ഇടവക്കാര് അവരുടെ അത്രയൊന്നും കയറാൻ അനുവദിക്കത്തില്ല. ഒരു ഞായറാഴ്ച ഒരു പുതിയ എത്തിക്കാൻ നടന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡ്രസ്സിക്ക് താക്കോട് പോയിട്ട് താക്കോട് കൊണ്ടുവരും. കോടതി എപ്പോഴും പറയുന്ന ആൾക്കാർ ഇതുവരെ ആ കോടതി കൂടുതൽ നടപ്പിലാക്കിയിട്ടുണ്ടോ? നിയമം നമ്മൾ ഉണ്ടാക്കി നമ്മുടെ രാജ്യത്തുണ്ടാക്കിയിരിക്കുന്ന നീതിക്ക് വേണ്ടിയാണ്. നിയമം ജനങ്ങളെ സംരക്ഷിക്കാനാണ്, ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനാണ് നിയമം. പക്ഷെ ആ നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നീതിക്ക് വഴിമാറാതെ അനീതിക്ക് വഴിമാറുമ്പോഴാണ് ഞങ്ങൾ ഇതിലെ റോഡിൽ ഇറങ്ങേണ്ടി വരുന്നത്. അല്ലാതെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് പരാതി പറയുകയോ വഴക്കിടുകയല്ല. ഈ നീതിക്ക് വഴിമാറാതെ നിയമം മറ്റാർക്കോ വേണ്ടി വഴിമാറുമ്പോൾ ഞങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു. ഞങ്ങളുടെ പൂർവികന്മാർ കഷ്ടപ്പെട്ട് പടുത്തുയർത്തി ഞങ്ങളുടെ പള്ളി ചവിട്ടി പൊളിച്ച് അകത്താക്കി കോടതി വിധിക്ക് വിരുദ്ധമായി ഞങ്ങളെ പുറത്തേക്ക് റോഡിൽ ഇറക്കിയിരിക്കുക. എന്നിട്ട് എവിടെ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് ഒരാഘോഷം നടത്തുമ്പോൾ ഞങ്ങളുടെ പ്രതിഷേധമാണ്, സ്വാഭാവികമായ പ്രതിഷേധമാണ്. 2019 ഒക്ടോബർ 28 നമ്മുടെ ഇടവകയിൽ കിഴക്കേ വീട്ടിൽ ശ്രീമതി മറിയാമ്മ രാജൻ നിര്യാതയാവുകയും നവംബർ മാസം 2 ശനിയാഴ്ച സംസ്കാരത്തിനായി പള്ളി സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ മെത്രാൻ കക്ഷി വിഭാഗം തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് മൃതശരീരം വഴിയിൽ തടയുകയും ശവസംസ്കാരത്തിന് തടസ്സം നിൽക്കുകയും ചെയ്തു. തങ്ങളുടെ അമ്മ ഇതുവരെ ജീവിച്ച സത്യവിശ്വാസം തന്നെ അടക്കപ്പെടണമെന്ന് പ്രിയപ്പെട്ട മക്കൾ ദൃഢനിശ്ചയം ചെയ്യുകയും ഇടവകയിലെ സത്യവിശ്വാസികളായ ദൈവമക്കൾ ഒറ്റക്കെട്ടായി ഒപ്പം നിൽക്കുകയും ആ പ്രിയപ്പെട്ട മാതാവിൻ്റെ മൃതശരീരം വേദനയോടെ തിരികെ ഭവനത്തിൽ കൊണ്ടുവരികയും അവിടെ പ്രത്യേക പേടകത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു. ആ കുടുംബത്തെ അപമാനിക്കുക, ആ മാതാവിന്റെ ഡെഡ് ബോഡി അപമാനിക്കുക, ആ മാനഹാനിക്ക് ഞങ്ങൾക്ക് എന്ത് ഇത് ചെയ്യും? അങ്ങനെയൊന്നും എനിക്കറിയില്ല. എനിക്കിപ്പോ ഇവിടെ അറിയാവുന്ന ആരാണെന്ന് വെച്ചാൽ അവര് വരണം. നിങ്ങളിവിടെ ഒത്തുകളിക്കരുത്. ജില്ലാ കളക്ടർ ഞങ്ങൾക്ക് തന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബോഡിയുമായിട്ട് വന്നിരിക്കുന്നത്. എന്ന് ചെയ്യാൻ കഴിവുള്ളത് ഇത് എന്റെ അമ്മച്ചി. അത് നിങ്ങൾ നിസ്സാരം പിന്നെ എന്ത് നിയമം ഇവിടെ ഉള്ളത്?
ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യമാണോ ഒരു ശവത്തോട് കാണിക്കുന്നത്? സാക്ഷര കേരളത്തിലും സാംസ്കാരിക കേരളത്തിനും അപമാനമായി മാറിയ ഈ സംഭവം ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഇടവകയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സെക്രട്ടേറിയറ്റ് സമരം യാക്കോബായ സുറിയാനി സഭ ഏറ്റെടുത്ത് അഭിമന്യ തിരുമേനിമാരുടെയും വൈദികരുടെയും വിശ്വാസികളുടെയും നേതൃത്വത്തിൽ 33 ദിവസം നീണ്ടുനിന്ന ബഹുജന പ്രക്ഷോഭമായി സെക്രട്ടേറിയറ്റ് സമരം മാറ്റപ്പെട്ടു. യാക്കോബായ സഭ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന സമരം 4ാം ദിവസത്തിലേക്ക്. യാക്കോബായ സഭ വിശ്വാസികളുടെ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യമുന്നയിച്ചാണ് സമരം. ഗ്ലോറിയസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനത്തിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ആവശ്യം മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതിന്, പ്രത്യേകിച്ചും ഇപ്പോൾ കട്ടച്ചിറ പള്ളിയുടെ മുമ്പിൽ കട്ടച്ചിറ ഇടവകയിൽ സൂക്ഷിച്ചിരിക്കുന്ന വയോധികരുടെ മൃതദേഹം അടക്കമുള്ള മൃതദേഹങ്ങളടക്കം മറവ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടൽ, സെമിത്തേരികൾ ആവശ്യമെങ്കിൽ സർക്കാർ ഏറ്റെടുത്ത മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കണം എന്നും ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ 18 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ യാക്കോബായ സഭാവിശ്വാസികൾ അനിശ്ചിതകാല സമരം നടത്തി വരികയാണ്. ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും അതുപോലെ തന്നെ കൂടുതൽ ഗവൺമെന്റ് സർക്കാരിന്റെ കൂടുതൽ സമ്മർദ്ദം, അതായത് യാക്കോബായ സഭയ്ക്ക് പൂർണ്ണമായ ആരാധനാ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കണം. അതുകൂടാതെ ഏറ്റവും അധികം പ്രധാനമായും ശവസംസ്കാരം അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട് ഓരോ പള്ളികളിലും. നമുക്കറിയാവുന്നതുപോലെ തന്നെ 12 ദിവസമായി കട്ടച്ചിറ പള്ളിയിൽ ഒരു മൃതദേഹം അടക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം നിലനിൽക്കുന്നു. അതിൽ സർക്കാരിന്റെ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകണം എന്ന ഒരു ആവശ്യമാണ് യാക്കോബായ സഭ ഉന്നയിക്കുന്നത്. അതിനവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ഉത്തരവാണ്. അതിൽ കൃത്യമായി പറയുന്നു, വിശ്വാസികളുടെ വിശ്വാസമനുസരിച്ച് ഒരു മൃതദേഹം സംസ്കരിക്കാനുള്ള അവകാശമുണ്ട് എന്ന തരത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് വന്നിരിക്കുന്നു. 2019 ഡിസംബർ മാസം 6-ാം തീയതി കിഴക്കേ വീട്ടിൽ ശ്രീമതി മറിയാമ്മ രാജന്റെ മൃതശരീരം 39-ാം ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനുവദിച്ചതിനെ തുടർന്ന് സംസ്കരിക്കുവാൻ തീരുമാനിച്ചു. മൃതശരീരവുമായി ഇടവകയിലെ മുഴുവൻ വിശ്വാസികളും അതിരാവിലെ പള്ളിയിൽ എത്തിച്ചേർന്നു. നടക്കത്തില്ല. ഓഫീസർമാര് വരാൻ കയറാൻ പറ്റത്തില്ല. ആവശ്യമുള്ള പരിപാടി മതി. വരട്ടെ, ഓഫീസർമാർ വരട്ടെ. അച്ഛാ, നിങ്ങൾ ആവശ്യമില്ലാത്ത പരിപാടി ഏതാ? ആ ഓഫീസർമാർ വന്നിട്ട് നിങ്ങൾ അവരോട് സംസാരിക്കും. നിങ്ങൾ ഈ അതിക്രമം എന്തിനാ കാണിക്കുന്നത്? ഇപ്പൊ എന്തോ കാണിച്ചെന്തത്? നിങ്ങൾ കാണിച്ചെന്താ? ഇപ്പൊ നിങ്ങൾ കാണിച്ചെന്തത്? സംസാരിക്കേണ്ട കാര്യമൊന്നും വരട്ടെ, അവർ വരുന്നുണ്ടല്ലോ, അവരോട് സംസാരിക്കും. കായംകുളം കട്ടച്ചിറ പള്ളിയിൽ സഭാതർക്കത്തെ തുടർന്ന് സെമിത്തേരിയിൽ സംസ്കരിക്കാനാകാതെ വീടിന് മുന്നിൽ പേടകത്തിൽ സൂക്ഷിച്ചിരുന്ന 91-കാരിയുടെ മൃതദേഹം സംസ്കരിച്ചു. പോലീസ് കാവൽ മറികടന്നാണ് യാക്കോബായ വിഭാഗക്കാർ പള്ളിയിൽ പ്രവേശിച്ചത്. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 56 യാക്കോബായ വിഭാഗക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു. പുലർച്ചെ 5:30യോടെയാണ് പോലീസ് കാവൽ മറികടന്ന് യാക്കോബായ വിഭാഗക്കാർ മൃതദേഹവുമായി പള്ളിയിൽ കയറി സംസ്കാരം നടത്തിയത്. കഴിഞ്ഞ ഒക്ടോബർ 28-നാണ് യാക്കോബായ വിഭാഗക്കാരിയായ മറിയാമ്മ രാജൻ മരിച്ചത്.
സഭാതർക്കം കാരണം സംസ്കാരം നടത്താനാകാതെ മൃതശരീരം പ്രത്യേക പേടകത്തിൽ വീടിന് മുന്നിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ സുപ്രീം കോടതി വിധി നടപ്പിലാക്കിയ പള്ളിയാണ് കട്ടച്ചിറയിലേത്. സംസ്കാര ചടങ്ങുകൾക്ക് ഇപ്പോഴത്തെ പള്ളി വികാരി തന്നെ കാർമ്മികത്വം വഹിക്കണമെന്ന് ഓർത്തഡോക്സ് സഭയും ഇത് അംഗീകരിക്കാനാകില്ലെന്ന് യാക്കോബായ വിഭാഗവും നിലപാടെടുത്തു. ഇതോടെയാണ് 91കാരുടെ സംസ്കാരം 38 ദിവസം വൈകിയത്. സഭാതർക്കം കാരണം മുൻപും സംസ്കാര ചടങ്ങുകൾ വൈകിയ സംഭവം കട്ടച്ചിറയിൽ ഉണ്ടായിട്ടുണ്ട്. തർക്കങ്ങളും സംഘർഷങ്ങളും കാരണം മേഖലയിൽ പോലീസ് പ്രഖ്യാപിച്ച നിരോധനാജ്ഞ നിലവിലുണ്ട്. പള്ളിയിൽ അതിക്രമിച്ചു കയറൽ, കലാപമുണ്ടാക്കാൻ ശ്രമം, പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തി 56 യാക്കോബായക്കാർക്കെതിരെ കുറത്തിക്കാട് പോലീസ് കേസെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. 2020 ജനുവരി 1 സെമിത്തേരി ഓർഡിനൻസ് പ്രാബല്യത്തിൽ വന്നതോടുകൂടി മൃതശരീര സംസ്കാരത്തിന് പരിഹാരമായി. ക്രിസ്ത്യൻ സെമിത്തേരികളിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള ബിൽ നിയമസഭയിൽ. 2 സഭകൾ തമ്മിലുള്ള തർക്കം സംസ്കാരത്തെ പോലും ബാധിക്കുന്നെന്ന് AK ബാലൻ. സെമിത്തേരി ബിൽ വന്ന് പ്രശ്നം പരിഹൃതമായി എങ്കിലും കട്ടച്ചിറയിലെ വിശ്വാസികൾ മരണപ്പെടുമ്പോഴും ഇടവകാംഗങ്ങൾ സെമിത്തേരിയിൽ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും മറുവിഭാഗം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. എന്താ ഇത് പെട്രോൾ ഒഴിച്ചപ്പോഴെന്തായിരുന്നു ഇവിടെ ആരെയും കണ്ടില്ല. 9 മണി വരെ സമയം അവർക്ക് തോന്നുമ്പോൾ ഉറക്കം അടക്കുകയും ചെയ്യാം. ഇനി നമ്മൾ തുറക്കുന്നതാണ്. അവസാനത്തെ പൂട്ട് കൂട്ടിയിട്ടായി തിരിയുന്ന കത്തിക്കാതെ പോവുകയും വേണ്ട. 1 മാസം ആയാലും ഇവിടെ കിടക്കും. വരളി ചവറ്റി തൊഴിച്ച് പെട്രോൾ ഒഴിച്ചിട്ട് ആരെയും കണ്ടില്ല. അതല്ല പറഞ്ഞത്. ഒരു തിരി ഒറ്റയ്ക്ക് ഒരു മെഴുകിന് കത്തിക്കുന്നതിനാ ഇത്രയും ബഹളം. സമയം പറഞ്ഞു. അതല്ല 5 പൈസയുടെ വക അവരുടെ ഒരു മെഴുകുതിരി ഒറ്റയ്ക്ക് ഒരു മെഴുകുതിരി കത്തിക്കുന്നതിനാ ഇത്രയും പ്രശ്നം. ഇതിനകത്ത് വേദനയൊക്കെ എടുക്കുന്ന ചത്തായിരുന്നു പോത്തുമില്ല. പോത്തില്ല. ഇന്ന് ഇവിടുന്ന് പോത്തില്ല. ഇവിടെ മലന്ന് ഇവിടെ കിടക്കും. താമസോ മലന്നോ കിടക്കും. എന്താ അത് കൊള്ളാം. എനിക്കറിയാം ഈ പള്ളിയുടെ കാര്യത്തെ കുറിച്ച് എല്ലാം എനിക്കറിയാം. അതുകൊണ്ടാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. 1945 വന്നതാ ഞാൻ. അതുകൊള്ളാം. ഒറ്റയ്ക്ക് ഒരു മെഴുകുതിരി കത്തിക്കുന്നത് എന്താ വന്ന് പോകുന്നു. അല്ല ഈ പള്ളി പിടിച്ചോണ്ട് പോകുന്നു. ഞങ്ങൾക്ക് വേണ്ട. അതിപ്പോ വേണോ അത് വരട്ടെ. വേണ്ട. ഈ ഒറ്റയ്ക്കൊരു മെഴുകുതിരി എന്റെ കർവാങ്കം മതി. ഒരു മാപ്പിള ഇവിടെ കിടക്കുന്നു. 33 വയസ്സുള്ള ഒരു മോൻ ഇവിടെ കിടക്കുന്നു. ഞാനുള്ള കാര്യമാണ് പറഞ്ഞു. തീറ്റാൻ വെള്ളം പറയുമോ. ഇന്ന് കുട്ടിയമ്മ ഇവിടെ കിടക്കത്തതേ ഉള്ളൂ. കുട്ടിയമ്മയായാലും തമ്പാനിയൊന്നും വേണ്ട. പോട്ടെ. തമ്പാൻ പോയി. അതിനൊരു മെഴുകി കത്തിക്കാൻ വന്നതാ. ഒരു കയ്യും കാലം തടാൻ എടുക്കാൻ അവിടെ കിടക്കുന്നു. 9 ഗുളിക തിന്നണം. എനിക്കറിയാം ഇവിടുത്തെ പള്ളിയുടെ കാര്യം. സെമിത്തേരി ബിൽ വന്നതിനു ശേഷം നമ്മുടെ ഇടവകയിൽ നിന്ന് വാങ്ങിപ്പോയ വിശ്വാസികൾ ശ്രീമതി കുഞ്ഞമ്മ ഡാനിയേൽ വട്ടപ്പറമ്പിൽ, മേരി ശാമുവേൽ സുനിൽ നിവാസ്, പെണ്ണമ്മ ശാമുവേൽ വട്ടപ്പറമ്പിൽ പടിയിറ്റതിൽ, മേരി തങ്കച്ചൻ വട്ടപ്പറമ്പിൽ, ലില്ലിക്കുട്ടി കൊച്ചുതറയിൽ, അമ്മിണി കുഞ്ഞപ്പി പടീറ്റക്കരയിൽ, ചിന്നമ്മ മാത്യു കൊച്ചുതറയിൽ, മാത്തുക്കുട്ടി കുട്ടയമ്പടത്തുതറയിൽ, KJ വർഗീസ് കളീക്കൽ തറയിൽ, കോശി മാത്യു കൊപ്രാപ്പുരയിൽ,
തമ്പി വർഗീസ് കളീക്കൽ, മറിയാമ്മ ജോൺസൺ മാത്യു കളീക്കൽ തറയിൽ, കുഞ്ഞമ്മ ജോർജ് മൂലേത്തറയിൽ അവരുടെ പാവന സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പള്ളിത്തർക്കം നിയമനിർമ്മാണത്തിലൂടെ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരിശുദ്ധ സഭ മലബാറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് അവകാശ സംരക്ഷണ യാത്ര ക്രമീകരിക്കുകയും വീണ്ടും നീണ്ട നാളുകൾ സെക്രട്ടേറിയറ്റ് നടയിൽ സമരത്തിലേർപ്പെടുകയും ചെയ്തു. നിയമനിർമ്മാണം ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നീട് കട്ടച്ചിറയിൽ നടന്ന സമര പോരാട്ടം മലങ്കര സഭ ആകമാനം വ്യാപിച്ചു. നീതി നിഷേധിക്കപ്പെട്ട കട്ടച്ചിറയിലെ ഇടവക ജനങ്ങൾ നീതിക്കായി നിരവധി സമര പദ്ധതികൾ ആവിഷ്കരിച്ചു. കുളവും കായംകുളവും പകർന്നു നൽകിയ വിശ്വാസം പെരുവാപ്പിറവം പറവൂരും പുണ്യപുരാതന മണർകാടും മൈനാപ്പൂരിൽ മാർത്തോമായും രക്തം കടലിൽ കാറ്റിൽ ഉലയാതെന്നും പരിപാലിച്ചൊരു വിശ്വാസം വാർദ്ധക്യത്തിൽ എൽദോ ബാവ ചൊല്ലി തന്നൊരു വിശ്വാസം മനയാവൂൻ പാടി തന്നൊരു വിശ്വാസം പരുമല മണ്ണിൽ അന്നു മുഴങ്ങിയ പാവനമായൊരു വിശ്വാസം History tells us that powerful people come from powerful places. History was wrong. Powerful people make places powerful. സൈഡിലുണ്ട് അവിടെ ബ്ലോക്ക് ചെയ്യും. കൈകൊണ്ട് നിൽക്കുവായിരുന്നു ഇടവക്കാരൻ പറയാനോ ഇടവക്കാരൻ കയറാൻ സാറ് നിസ്കാന്തി വന്നത് ഇപ്പൊ വന്നത് നിസ്കാന്തി
ന്യായം പറയുന്നല്ലോ. ഇടവക്കാരെ തടയുന്ന ഓർഡറുണ്ടോ? ഇടവക്കാരെ തടയുന്ന ഓർഡറുണ്ടോ? 140 ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ സാറേ. അപ്പുറത്ത് ഒരുപാട് ആളുകളെ സാറേ, ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എങ്കിൽ നിയമം കൊണ്ട് എന്ത് പ്രയോജനമാണ്? നീതി ലഭിക്കുന്നില്ല എങ്കിൽ നിയമം എന്തിനു വേണ്ടി, ആർക്കു വേണ്ടിയാണ് നിയമം? നിയമത്തിന്റെ പരിരക്ഷ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ സാറ് നിയമം ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എങ്കിൽ, നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുന്നില്ലെങ്കിൽ, നിയമം ലംഘിച്ചിരിക്കുന്നെങ്കിൽ സാർ നടപടിയെടുക്കും. ഞാൻ ഈ ഇടവകയുടെ വികാരിയാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് വികാരിയാണ്. എന്റെ ഇടവകാംഗങ്ങൾക്ക് കിട്ടാത്ത ഒരു വായ്പ എന്റെ ഇടവകാംഗങ്ങൾക്ക് എന്ന് അവർക്ക് എല്ലാവർക്കും വേണ്ടി എനിക്ക് എന്ന് കയറി പ്രാർത്ഥിക്കാൻ അവകാശം കിട്ടുന്നു എന്ന് ഓർത്തഡോക്സുകാർക്ക് വേണ്ടിയുള്ള ഗുണ്ടായിസോടെ പറ്റത്തില്ല. സാറ് കേട്ടിട്ടില്ല, സാറ് ഞങ്ങളെ കേട്ടിട്ടില്ല, സാറ് ഞങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, സാറ് ഞങ്ങളെ കേട്ടിട്ടില്ല, സാറ് ഞങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, സാറ് ഞങ്ങളെ കേട്ടിട്ടില്ല, ഞങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, സാറ് ഞങ്ങളെ സാറ് പറഞ്ഞു ഞങ്ങളെ പണ്ടങ്ങളാണ് ഞങ്ങൾ ആവാസപ്പെടുന്നത്, ഞങ്ങൾ ആവാസപ്പെടുന്നത് ഒരു പരുവാക്കിയങ്ങൾ പക്ഷേ സാറിന്റെ വാക്കായിട്ട് ഞങ്ങളൊരു പരുവായി ഇതുവരെ. സാറാണ് സാർ അവർക്ക് വേണ്ടി കളിക്കാം.
ഞങ്ങൾ ഏതായാലും ട്രയല് ഞങ്ങളെ മീനച്ചിലാറിന്റെ ഓരത്ത് കൊത്തിയുറുക്കി കാത്തിരുന്ന കാക്ക പറഞ്ഞ കഥയല്ലത്. കട്ടച്ചിറയിലെ പിറന്നു വീണ കുഞ്ഞു മുതൽ വാർദ്ധക്യത്തിലെത്തിയവർ വരെ കണ്ടതും കൊണ്ടതുമായ നേരറിവാണിത്. കരുത്തിരുണ്ട രാവുകളിൽ, വരണ്ടുണങ്ങിയ നാളുകളിൽ, കടപ്പുറത്ത് കടലലകൾ ആർത്തു വിളിച്ച കണ്ണീരിന്റെ മുറവിളികൾ പോലെ ഹൃദയം പൊട്ടിയ നാഴികയിലും ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളുടെ ദൈവാലയം ചവിട്ടി തകർത്തപ്പോഴും ജനിച്ചു വളർന്ന വിശ്വാസത്തിന് കീഴിൽ ജീവിച്ച് മരിച്ച് അടക്കപ്പെടാനുള്ള അവകാശത്തിനു വേണ്ടി കാത്തുകിടന്നപ്പോഴും തളരാതെ, തകരാതെ, പതറാതെ, അണുവിട മാറാതെ, സന്താപത്തിലും സന്തോഷത്തിലും ഇടയന്റെ വഴിയിൽ ഐക്യത്തിന്റെ പാതയിൽ ഒറ്റക്കെട്ടായി ലക്ഷ്യം തേടിയുള്ള കണ്ണീർ താഴ്വരയിലെ മക്കളുടെ ഹൃദയം തൊട്ടുള്ള ചരിത്രമാണിത്. ഒരേ മാമോദിസ തൊട്ടിയിൽ നിന്നും വീണ്ടും ജനിച്ച് ബലിപീഠത്തിന്റെ ശക്തിയിൽ വളർന്ന് അന്ത്യ ഉറക്കം ദൈവാലയ മണ്ണിൽ കൊതിച്ചു കാത്തിരിക്കുന്ന സത്യവിശ്വാസികളായ കട്ടച്ചിറയിലെ 125 കുടുംബങ്ങൾ നെഞ്ചിൽ തൊട്ട് വിളിച്ചു പറയുന്നു: ആട്ടിയിറക്കി വിട്ട പടികളിൽ ആർത്തിരച്ചിടിച്ചിരമ്പി ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കും. അതിന് കാലവും ചരിത്രവും സാക്ഷിയാകും.